യു.എസ്.എസ്. ജെറാൾഡ് ആർ. ഫോർഡിലെ ടോയ്ലറ്റുകൾ ബ്ലോക്കായി. കക്കൂസിൽ പോകാൻ 45 മിനിറ്റ് കാത്തിരിപ്പ്. ഇറാനിലേക്ക് പുറപ്പെട്ട $1300 കോടി വില വരുന്ന യു.എസ്.എസ്. ജെറാൾഡ് ആർ. ഫോർഡ് അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ഇസ്രായേൽ തീരത്ത് ഹൈഫ തുറമുഖത്തിലെത്തുമെന്നാണ് ദ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 4539 ക്രൂ അംഗങ്ങളുള്ള കപ്പലിന്റെ സീവേജ് ടോയ്ലറ്റ് സിസ്റ്റം 205 തവണ പ്രവർത്തന തടസ്സം നേരിട്ടു എന്നാണ് ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കാരണം കപ്പലിലെ യു.എസ്. സൈനികർക്ക് കക്കൂസിൽ പോകാൻ 45 മിനിറ്റ് വരെ ക്യൂ നിൽക്കേണ്ടി വന്നുവെന്നു റിപ്പോർട്ടുകളിൽ പറയുന്നു. ഫെബ് 23-ന് ഗ്രീസിലെ സൗഡ ബേ കപ്പലുള്ളത്. ഇവിടെ നിന്ന് പുറപ്പെട്ട് അവസാന ലൊക്കേഷൻ ഇറ്റലിക്ക് സമീപമാണ്. കപ്പലിൽ 10 സോണുകളിലായി 650 ടോയ്ലറ്റുകളാണുള്ളത്. നാവികർ അവരുടെ ടീഷർട്ടും മറ്റും ടോയ്ലറ്റിൽ ഇട്ടതിനെ തുടർന്ന് ബ്ലോക്ക് ആയതായി നാവികസേന ഇമെയിൽ സ്ഥിരീകരിച്ചുവെന്ന് വാർത്തയിൽ പറയുന്നു. ഒരാൾ ഒരു ദിവസം 0.37 ഗ്യാലൻ വെച്ച് 1678 ഗ്യാലൻ മൂത്രവും ഒരാൾക്ക് 0.28 മുതൽ 0.88 ഗ്യാലൻ എന്ന തോതിൽ 4004 LBS മലവും കപ്പലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ വേണ്ടിയാണ് യു.എസ്.എസ്. ഏബ്രഹാം ലിങ്കണെ കൂടാതെ യു.എസ്.എസ്. ജെറാൾഡ് ആർ. ഫോർഡ് CVN-78 കൂടി ഗൾഫ് മേഖലയിലേക്ക് യു.എസ്. അയച്ചത്. രണ്ടാം കപ്പൽപ്പട കൂടി വരുന്നുവെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ കപ്പൽ 300 ദിവസമായി കടലിൽ തന്നെയാണെന്നാണ് റിപ്പോർട്ട്. കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല. ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തടുപ്പിക്കുന്നത് ടോയ്ലറ്റ് പ്രശ്നം തീർക്കാനാണെന്നാണ് കരുതുന്നത്. 45 മിനിറ്റ് കക്കൂസിൽ പോകാൻ വരി നിൽക്കേണ്ട അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ചെക്ക് ലിസ്റ്റ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സംവിധാനമാണോ യു.എസിന്റെ ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പൽ? ഇസ്രായേലിൽ ഇറങ്ങിയാൽ മനസ്സറിഞ്ഞ് കക്കൂസിൽ പോകാം എന്നുള്ള ചിന്തയിലായിരിക്കും അതിലെ സൈനികർ. അതിലും വലിയ ആശ്വാസം മറ്റെന്തുണ്ട്?